ഹായ് നമസ്കാരം. എഫ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ വന്നു ഗണേഷ് കുമാർ ഉണ്ടല്ലോ, 1 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് എന്താക്കിയിട്ടുണ്ട്, KSRTC യാത്ര സൗജന്യമാക്കിയിട്ടുണ്ട് സ്കൂൾ ടൈമിൽ. അത് വളരെയധികം നല്ലൊരു സംഭവം കേട്ടോ. നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ സംഗതിയൊക്കെ വരണം നമ്മൾ പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രൈവറ്റ് ബസ്സിലാണ് സീറ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് കയറി തൂങ്ങി പോവുക. അതിൽ പറഞ്ഞാൽ ഫുള്ള് കുട്ടികളൊക്കെ ചില സമയത്ത് നമുക്ക് 10 മണിക്കുള്ള ക്ലാസ്സിന് നമ്മൾ 6 മണിക്ക് നിന്നാൽ തന്നെ ഇപ്പോൾ ബസ് കിട്ടുള്ളൂ. അത്രയും കുട്ടികളുള്ള സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ ബസ് നിർത്തൂല, സിറ്റി കുട്ടികളെ കണ്ട ബസ് നിർത്തൂല, അല്ലെങ്കിൽ നിർത്തിയതിന് എല്ലാ കുട്ടികളും കയറ്റില്ല. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും ഫുള്ളായിക്കാരുണ്ടാവും. അങ്ങനെ സംഭവത്തിൽ നമ്മൾ കരുതിയിട്ടുണ്ട് KSRTC കാലിയായി പോകുമ്പോഴേ ഈ KSRTC ഇങ്ങനെ സംഗതി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സീറ്റ് കിട്ടുമല്ലോ. സീറ്റ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഇതേമായിരിക്കില്ല. പ്രൈവറ്റ് ബസ്സിലാണെങ്കിൽ നമ്മൾ എന്താണോ പോകണം എന്നുള്ള പൈസ കൊടുത്താൽ മതി. പക്ഷേ KSRTC അന്നുള്ളതിന് നമുക്ക് കാർഡ കിട്ടാതെ നമ്മൾ എന്ത് ചെയ്യണം, 1 മാസം മുൻകൂട്ടി അടക്കണം. അങ്ങനത്തെ എന്തൊക്കെയോ സിസ്റ്റങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് KSRTC ഫ്രീ ആയി പോകും. അന്ന് കുട്ടികളൊക്കെ കുട്ടികളൊക്കെ പ്രൈവറ്റ് ബസ്സിൽ കയറും. പ്രൈവറ്റ് ബസ്സിന് പറയുകയാണെങ്കിൽ ഒരു ജീവിക്കാൻ വേണ്ടിയിട്ട് 2 അറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ട് കാരണം പല ബസ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. ജീവനക്കാർക്കൊക്കെ പല ബസ്സുകളും നഷ്ടത്തിൽ പോകുന്നുണ്ട്. ചില ബസ്സുകാർ ഓടുമ്പോൾ എന്ത് കിട്ടാതെ പോകുന്ന പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഉണ്ട്. ജീവനക്കാർക്ക് ജോലി ആയിക്കോട്ടെ എന്ന് കരുതി ഓടുന്ന കുറേ ബസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ബസ്സിൽ കുട്ടികളെ തിക്കും തിരക്കും കൊണ്ട് എന്താവും KSRTC ബസ്സിലാണ് കൂടുതൽ ടിക്കറ്റുകളും കയറിപ്പോയി ആ സമയത്തൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത്. പിന്നെ കണ്ടക്ടർമാരോട് കുറേ എന്താ പറയുക അങ്ങോട്ട് തർക്കിച്ച് ഇങ്ങോട്ട് തർക്കിച്ച് പല എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഗണേഷ് കുമാറിൻ്റെ ഈ ഒരു സംഗതി വളരെയധികം നല്ലൊരു സാധനമാണ്. ഗവൺമെൻറ് ഇതുവരെ കൊണ്ടുവന്ന പദ്ധതികളിൽ ഏറ്റവും നല്ല പദ്ധതിയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം 1 മുതൽ +2 വരെ കുട്ടികൾക്ക് ഇങ്ങനെ സൗജന്യ യാത്ര KSRTC നൽകുകയാണെങ്കിൽ അത് പ്രൈവറ്റ് ബസ്സിന് അവർക്കും ഗുണമാവും, അതുപോലെ തന്നെ കുട്ടികൾക്കും ഗുണമാവും. കുട്ടികൾക്ക് കുത്തിത്തിരിക്കെ പോകണ്ട. പിന്നെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് രാവിലെ എണീറ്റ് പോകണം. 9 മണിക്ക് 10 മണിക്കുള്ള ക്ലാസ്സിന് തന്നെ രാവിലെ എണീറ്റ് പോകണം. അങ്ങനെ സംഗതി വേണ്ട. കാരണം KSRTC ബസ്സിൽ കയറിയതുകൊണ്ട് അത്യാവശ്യം കുട്ടികളായി തന്നെ കയറി പോകാൻ പറ്റും, കുറേ ദൂരത്തുള്ള കുട്ടികൾക്കൊക്കെ. പിന്നെ ബസ് സൗകര്യം ബുദ്ധിമുട്ട് വിചാരിച്ചു കണ്ട് പല നല്ല സ്കൂളുകൾക്കും പോകാത്ത കുട്ടികളുണ്ട്, അടുത്തുള്ള സ്കൂളിൽ തന്നെ നിൽക്കണം. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഈ മന്ത്രിയോട് ഇതിന് നന്ദി പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഈ ഒരു 1 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ യാത്രയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.